നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമുദായ നേതൃത്വങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് ബിജെപി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ. സമുദായ നേതാക്കൾ പറയുന്നത് മുഴുവൻ അണികൾ കേൾക്കണമെന്നില്ലെന്നും സി കെ പത്മനാഭൻ. കുപ്രസിദ്ധ മോഷ്ടാവ് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത് തീവെട്ടി ബാബു എന്ന എ ബാബു. തദ്ദേശ സ്ഥാപനങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്ന വികസന സദസ്സിന്റെ ജില്ലാതല ഉദ്ഘാടനം ശനിയാഴ്ച. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. വിജയത്തിലേക്കുള്ള ഊർജ്ജമാണ് തോൽവികളെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. സംസ്ഥാന വോളിബോൾ ടൂർണമെന്റിന് ചമ്പാട് തുടക്കമായി. വാർത്തകൾ വിശദമായി. സമുദായ നേതൃത്വങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് സി കെ പത്മനാഭൻ. ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് NSS SNDP നേതൃത്വത്തിന്റെ നിലപാട് തള്ളിയാണ് BJP ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ രംഗത്തെത്തിയത്. സമുദായ നേതാക്കൾ പറയുന്നത് മുഴുവൻ അണികൾ കേൾക്കണമെന്നില്ലെന്നും NSSന് പ്രയോജനമുള്ള എന്തെങ്കിലും കൊണ്ടായിരിക്കും ഇപ്പോഴത്തെ നിലപാട് മാറ്റത്തിന് പിന്നിലെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. NSSന്റെ നേതൃത്വം അത്തരമൊരു നിലപാട് എടുക്കുന്നതിന് അവർക്ക് അതിൻ്റെതായ കാരണം ഉണ്ടാവും. NSSന് പ്രയോജനമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് നമുക്കിപ്പം പറയാൻ സാധിക്കൂ. പണ്ടുകാലത്ത് അവരുടെ നിലപാട് വ്യത്യസ്തമായിരുന്നു. ഇപ്പം ഒരു ചുവടുമാറ്റം അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ചില താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാവാം. അത് സംരക്ഷിക്കാൻ വേണ്ടിയായിട്ടുള്ള ഒരു ചുവടുമാറ്റമായിരിക്കാം അത് നടത്തിയതെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. സമുദായ നേതാക്കൾ പറയുന്നത് മുഴുവൻ അണികൾ കേൾക്കണമെന്നില്ലെന്നും NSSന് പ്രയോജനമുള്ള എന്തെങ്കിലും കൊണ്ടായിരിക്കും ഇപ്പോഴത്തെ നിലപാട് മാറ്റത്തിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അയ്യപ്പ ഭക്തന്മാരെ വെച്ചുള്ള സംഗമമല്ല സർക്കാർ നടത്തിയതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. തീരുമാനം നിയമനിർമ്മാണം എന്ന് പറയുന്നത് ഇത് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ നിയമനിർമ്മാണം നടത്തേണ്ടത് കേരള ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ വരുന്നതല്ല. അതിനെക്കുറിച്ച് അദ്ദേഹം ഇപ്പം ആക്ഷേപം പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ ചുവടുമാറ്റത്തിന് വേണ്ടിയുള്ള ഒരു കാരണം കണ്ടെത്തുക എന്ന് മാത്രമായിരിക്കാം അതിൻ്റെ ഉദ്ദേശം. അത്രയും നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. പിന്നെ ഇവരിപ്പോൾ അയ്യപ്പ സംഗമം ഒരു സർക്കാർ സംഗമം നടത്തുന്നതിൽ ഒരർത്ഥവുമില്ല. അത് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരുടെ പങ്കാളിത്തമല്ല നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. സർക്കാർ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മ അവിടെ നടന്നു എന്ന് മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാം. അത് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരുടെ ഇത് അല്ല നടന്നത്. പിണറായിൻ്റെ നേതൃത്വത്തിൽ അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ കുറേ കളികളൊക്കെ കളിക്കുന്നത്. പക്ഷേ ആ കളികളൊക്കെ വാസ്തവത്തിൽ അപകടത്തിലേക്കാണ് പോകുന്നത്. സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു കൂട്ടം ആളുകളുടെ സംഗമമാണ് അവിടെ നടന്നത്. ആഗോള അയ്യപ്പ സംഗമം പിണറായി സർക്കാരിൻ്റേത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണെന്നും സി കെ പത്മനാഭൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കുപ്രസിദ്ധ മോഷ്ടാവ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. തീവെട്ടി ബാബു എന്ന എ ബാബുവാണ് രക്ഷപ്പെട്ടത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് സംഭവം. പോലീസുകാരുടെയും ആശുപത്രി അധികൃതരുടെയും കണ്ണുവെട്ടിച്ചാണ് രക്ഷപ്പെട്ടത്. തീവെട്ടി ബാബു എന്ന എ ബാബുവാണ് രക്ഷപ്പെട്ടത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിരിക്കെയാണ് സംഭവം. പോലീസുകാരുടെയും ആശുപത്രി അധികൃതരുടെയും കണ്ണുവെട്ടിച്ചാണ് രക്ഷപ്പെട്ടത്. പയ്യന്നൂരിലെ കടയിൽ നിന്ന് പണം അടങ്ങിയ ബാഗ് തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായിരുന്നു. കണ്ണൂർ, തെരൂർ, കോട്ടോളിപ്പുറം ഭാഗങ്ങളിൽ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ 8.266 ഗ്രാം മെത്തഫിറ്റമിനുമായി യുവാവ് അറസ്റ്റ്. നരിയൻപാറ സ്വദേശി പി ഷമീറാണ് അറസ്റ്റിലായത്. തെരൂർ, കോടോളിപ്പുറം ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വെള്ളപ്പറമ്പ് വെച്ച് നരയൻപാറ സ്വദേശി പി ഷമീറിനെയാണ് പിടികൂടിയത്. എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ PP സുഹൈൽ, P ജലീഷ് എന്നിവർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇയാളിൽ നിന്നും 8.266 ഗ്രാം മെത്താഫിറ്റമിനാണ് പിടികൂടിയത്. പ്രതിയെ മട്ടന്നൂർ കോടതി റിമാൻഡ് ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്ന വികസന സദസ്സിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം സെപ്റ്റംബർ 27 ശനിയാഴ്ച അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൽ നടക്കും. രാവിലെ 10 മണിക്ക് അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് KV സുമേഷ് MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ഗവൺമെൻറ് തദ്ദേശ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു വികസന സദസ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മാസം 20 മുതൽ അടുത്ത മാസം 20 വരെയുള്ള ഡേറ്റാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ അതിൻ്റെ ജില്ലാതല പ്രോഗ്രാം നിശ്ചയിച്ചിരിക്കുന്നത് അഴീക്കോട് മണ്ഡലത്തിലെ നമ്മുടെ അഴീക്കോട് പഞ്ചായത്തിലാണ്. 27-ന് രാവിലെ 10:30 ബഹുമാനപ്പെട്ട രാമേന്ദ്രൻ കടന്നപ്പള്ളി മിനിസ്റ്റർ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സർക്കാരും തദ്ദേശ സ്ഥാപനവും നടത്തിയിട്ടുള്ള വികസനങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ആ വികസനങ്ങളോടുള്ള അവരുടെ അഭിപ്രായം ശേഖരിക്കുകയും ഒരു വികസന സദസ്സാണ് ഉദ്ദേശിക്കുന്നത്. വികസന ചർച്ച ആ പഞ്ചായത്തിൽ ഇപ്പോൾ ചെയ്ത വികസന പദ്ധതികൾക്കോ അടുത്ത സെക്കൻഡ് ഘട്ടമായിട്ട് ആ പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ട വികസന പദ്ധതികൾ ഏത് എന്നുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഈ വികസന സദസ്സിൻ്റെ പ്രധാനമായ ഉദ്ദേശം. അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലും നമ്മുടെ ജില്ലയിലും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും വളരെ വിപുലമായിട്ടുള്ള വികസന പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതി ഈ പരിപാടിയിൽ പ്രധാനമായി രാവിലെ 10:30 ഉദ്ഘാടനം ആരംഭിക്കും. 10 മണിക്കാണ് ഉദ്ഘാടനം കൊടുത്തിരിക്കുന്നത്. അതിൽ 5 വർഷക്കാലം അഴീക്കോട് നടന്നിട്ടുള്ള വികസന പദ്ധതികളെ സംബന്ധിച്ച് ആണ് പഞ്ചായത്തിൽ നടന്നിട്ടുള്ള വികസന പദ്ധതികളെ സംബന്ധിച്ചാണ് പ്രധാനമായിട്ട് തന്നെ വിശദീകരിക്കുക. അപ്പോൾ അതിനെ തുടർന്ന് അവിടെ ചർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഭാവി ഒരു വികസന അഭിപ്രായങ്ങൾ കൂടി ശേഖരിച്ചുകൊണ്ടാണ് വികസന സദസ്സ് അവസാനിക്കുക. ജനങ്ങളുമായിട്ടുള്ള ഇൻ്ററാക്ഷനാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. രാവിലെ 10 മണിക്ക് അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. KV സുമേഷ് MLA അധ്യക്ഷനാകും. പ്രാദേശിക സർക്കാരുകളായ തദ്ദേശ സ്ഥാപനങ്ങൾ ജനങ്ങളുമായി ആശയ സംവേദനം നടത്തി വികസന പ്രവർത്തനങ്ങളിൽ ഇനി നടപ്പിലാക്കേണ്ട പദ്ധതികൾ സംബന്ധിച്ച് അഭിപ്രായം സ്വരൂപിക്കലാണ് വികസന സദസ്സിന്റെ ഉദ്ദേശമെന്ന് KV സുമേഷ് MLA പറഞ്ഞു. നാളിതുവരെ പോട്ടെന്ന് പറയുകയും ഇങ്ങനെ ഡിസ്കഷൻ നടക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ പദ്ധതി അംഗീകരിച്ച് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിന് സമർപ്പിച്ചു കഴിഞ്ഞു. അഴീക്കോട് ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ പോർട്ട് അത് 5654 കോടി രൂപ ഇപ്പോൾ വകയിരുത്തി സർക്കാർ. അതിന് വകയിരുത്തി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 19 അനുമതികൾക്ക് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റിന് സമർപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ ചാൽ ബീച്ച് ടൂറിസം അത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ആ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളുണ്ട്. ഒരു ബീച്ചായി ഡെവലപ്പ് ചെയ്യുന്നതിന് ഈ ഇൻ്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് ഏജൻസി, നിങ്ങൾക്കറിയാം, ആ ഏജൻസി നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. പഞ്ചായത്തും അവിടെ നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് ശുചീകരണ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും ഗവൺമെൻറ്റിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടപെടലും ഒക്കെ ചേർന്നുകൊണ്ടാണ് അവിടെ കുടുംബശ്രീ യൂണിറ്റാണ് അതിൻ്റെ നടത്തിപ്പ് ചുമതല, മേൽനോട്ട ചുമതല. അവർ ആ സ്ത്രീകൾ നിരന്തരമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ദിവസവും ഭയങ്കരമായ ക്ലീനിങ്ങും ഒപ്പം ജില്ലയിലെ തന്നെ നമ്മുടെ വിവിധ DTPCയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ക്ലീനിങ് പദ്ധതികളും എല്ലാം ചേർന്നുകൊണ്ടാണ് നമുക്ക് ആ ഒരു ശുചിത്വ എന്ന പ്രയോറിറ്റി ചാൽ ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് പദവി ലഭ്യമാകുന്നത്. ഈ പീരീഡിലാണ് നമ്മൾ നടന്നത്. അവിടെ നമ്മുടെ മലബാറിലെ ഏറ്റവും വലിയ ഹാർബർ അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാകാൻ പോവുകയാണ്. മത്സ്യത്തൊഴിലാളി മേഖലയാണ്, മത്സ്യമേഖലയിലുള്ള ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് വിശേഷിച്ച് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് എന്നത്. 5654 കോടി രൂപയുടെ ഗ്രീൻഫീൽഡ് തുറമുഖം, നബാർഡിന്റെ 26 കോടി രൂപ ചെലവിൽ അഴീക്കോട് ഒരുങ്ങുന്ന മലബാറിലെ ഏറ്റവും വലിയ ഹാർബർ, അന്തർദേശീയ ബ്ലൂ ഫ്ലാഗ് നേട്ടം കൈവരിച്ച ചാൽ ബീച്ച് എന്നിവ അഴീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ നേട്ടങ്ങളിൽ എടുത്തു പറയേണ്ടതാണ്. പഞ്ചായത്തിന്റെ വികസന തുടർച്ചയ്ക്ക് ജനങ്ങളിൽ നിന്നും അഭിപ്രായം സ്വരൂപിക്കാനുള്ള വേദിയായി വികസന സദസ്സ് മാറുമെന്നും MLA പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അജീഷ്, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രുതി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സീനിയർ സൂപ്രണ്ട് ഷാജി എന്നിവരും പങ്കെടുത്തു. വിജയത്തിലേക്കുള്ള ഊർജ്ജമാണ് തോൽവികളെന്നും കായിക രംഗത്ത് പ്രതിഭാശാലികളെ വാർത്തെടുക്കുന്നതിൽ ഇത്തരം മത്സരങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്നും സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ 67ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായുള്ള സംസ്ഥാന വോളിബോൾ ടൂർണമെന്റ് ചമ്പാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോളിബോൾ സംസ്ഥാന സ്കൂൾ വോളിയുടെ ഭാഗമായ ജില്ലാതല മത്സരത്തിൽ തിരുവനന്തപുരം കോട്ടയം തമ്മിലായിരുന്നു മത്സരം. വളരെ വീറും വാശിയേറിയ മത്സരത്തിലാണ് തിരുവനന്തപുരം കോട്ടയത്തെ പരാജയപ്പെടുത്തി ഫൈനലിൽ.
ഒരു സ്പോർട്സ് മത്സരത്തിൽ തന്നെയാണ് രണ്ട് ടീം മത്സരത്തെ കണ്ടത്. തിരുവനന്തപുരം ജയിച്ചു, കോട്ടയം തോറ്റു. പക്ഷേ അടുത്ത വർഷം വിജയം കരസ്ഥമാക്കാൻ ഊർജ്ജം ഒരു പക്ഷേ കോട്ടയം ലഭിച്ചിരിക്കുമെന്നാണ് പ്രതീക്ഷ. തലശ്ശേരി ഇവിടെ കൂടിയിരിക്കുന്നവർക്കറിയാം, ക്രിക്കറ്റിൻ്റെയും ബാസ്കറ്റ്ബോളിൻ്റെയും ഹോക്കിയുടെയും നാടാണ്. പക്ഷേ തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിൻ്റെ ഭാഗമായി കണ്ണൂരും ചുക്ലിയുമാണ് വോളിബോൾ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. വോളിബോൾ പ്രധാനപ്പെട്ടതുകൊണ്ടാണ് ഇൻഡോർ ചൂടത്തിലേക്ക് സംഘാടകരുടെ തെരഞ്ഞെടുപ്പ്. ഒരു സംസ്ഥാന കായിക മേളയുടെ ഭാഗമായ ഒരു സ്പോർട്സ്മാൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന പൂർണ്ണ ബോധ്യമേയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രസംഗിക്കുന്നില്ല. സംസ്ഥാനത്തെ സ്കൂൾ ഒളിമ്പിക്സ് വിശേഷിപ്പിക്കുന്ന ഈ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ വിദ്യാർത്ഥികളെയും തലശ്ശേരി MLA ഞാൻ അഭിവാദ്യം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. നല്ല മത്സരം കാഴ്ചവെച്ച് നിങ്ങൾ അറിയേണ്ടത് ഈ കണ്ണൂർ ജില്ല നിരവധി ഇന്ത്യൻ ബോഡി താരങ്ങളെ സംഭാവന ചെയ്ത നാടാണ്. ആ നിലയിൽ അണ്ടർ 19 പുരുഷ വനിതാ ടീമുകളുടെ മത്സരമാണ് ചമ്പാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. വനിതാ ടീമുകളുടെ മത്സരങ്ങൾ വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ നടക്കും. സെപ്റ്റംബർ 24-നാണ് ടൂർണമെന്റ് ആരംഭിച്ചത്. പന്നന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ശൈലജ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം E വിജയൻ മാസ്റ്റർ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ D ഷൈനി, ടൂർണമെന്റ് ജില്ലാ കോർഡിനേറ്റർ K ഷാജി, അന്താരാഷ്ട്ര റഫറി TV അരുണാചലം തുടങ്ങിയവർ സംബന്ധിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം സ്പീക്കറുടെ നേതൃത്വത്തിൽ വിശിഷ്ടാതിഥികൾ കളിക്കാരെ പരിചയപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് വയോജനങ്ങളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രകടനമായെത്തി സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ ധർണ ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. ഭരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ പ്രായം ചെന്ന 58 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കും ലഭിക്കേണ്ട അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഈ നാടിനോട് ഈ സർക്കാർ ചെയ്യുന്ന കടുത്ത അപരാധമാണ്. ഈ അപരാധം അവസാനിപ്പിച്ച്, ഈ പ്രവർത്തനം അവസാനിപ്പിച്ച് ഇന്ത്യൻ റെയിൽവേയിൽ ഈ പറയുന്ന 58 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും 60 കഴിഞ്ഞ പുരുഷന്മാർക്കും നേരത്തെ എങ്ങനെയെല്ലാം അവകാശങ്ങൾ ഉണ്ടായിരുന്നോ ആ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണം. റെയിൽവേ യാത്രാ കൺസെഷൻ പുനഃസ്ഥാപിക്കുക, വയോജന നയം കാലാനുസൃതമായി പരിഷ്കരിക്കുക, കേന്ദ്ര വയോജന പെൻഷൻ 200 രൂപയിൽ നിന്നും 5000 ആയി വർദ്ധിപ്പിക്കുക, 60 വയസ്സ് കഴിഞ്ഞവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. വി പവിത്രൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം രാഘവൻ, MR വിജയൻ, MC ദേവദാസ്, PV വിജയൻ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാഹി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 30-ന് രാവിലെ 10 മണിക്ക് മാഹി സിവിൽ സ്റ്റേഷനിലേക്ക് ധർണാ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മാഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
സെപ്റ്റംബർ 30 രാവിലെ 10 മണിക്ക് മാഹി സിവിൽ സ്റ്റേഷന് മുന്നിൽ കടകളടച്ച് ധർണാ സമരം നടത്തുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെയർമാൻ കെ അനിൽകുമാർ പറഞ്ഞു. സ്ഥിരമായി കമ്മീഷണറില്ലാത്ത മാഹി നഗരസഭ നാഥനില്ലാത്ത കളരിയായിരിക്കുകയാണ്. കഴിഞ്ഞ 3 മാസക്കാലമായി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും മാലിന്യം നീക്കം ചെയ്തിട്ട് 1 വർഷത്തെ ലൈസൻസ് ഫീസ് മുൻകൂറായി വാങ്ങിയും ഭീമമായ യൂസർ ഫീ വ്യാപാരികളിൽ നിന്നും പിഴിഞ്ഞെടുത്തും ഖജനാവ് നിറയ്ക്കുക എന്നല്ലാതെ വാങ്ങുന്ന കാശിന് സേവനം നൽകാൻ കഴിയാത്ത നോക്കുകുത്തികളായി നിൽക്കുകയാണ് മയ്യഴി ഭരണകൂടമെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അഡ്മിനിസ്ട്രേറ്റർ മുഴുവൻ കാര്യങ്ങളും നോക്കണം. പക്ഷേ ഒരു കാര്യത്തിലും ഇവിടുന്ന് ഫയലുകൾ പോണ്ടിച്ചേരിക്ക് അയക്കുക എന്ന് പറയാറുണ്ട്. ഫയലുകൾ പോണ്ടിച്ചേരിക്ക് അയക്കുക എന്ന് പറയുമ്പോൾ ഫയലുകളും കൊണ്ട് പോണ്ടിച്ചേരിക്ക് പോകണം. എന്നിട്ടത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം. കാരണം ഇത് നാട്ടിൻ്റെ പ്രശ്നമാണ്. ഇവിടെ 5-ാം തീയതി മാഹി പെരുന്നാൾ തുടങ്ങുകയാണ്. ആ വേസ്റ്റുകളും കൂടി മാഹി പള്ളി പരിസരത്ത് അങ്ങനെ വേസ്റ്റുകൾ കൂമ്പാരമായിരിക്കുകയാണ്. കടകളിലുള്ള വേറെ ഇതൊക്കെ പെരുന്നാളിന് മുമ്പേ മാറ്റണം. ഇതാരും മാറ്റി. മാഹി വലിയൊരു അഗ്നിപർവ്വതത്തിൻ്റെ നടുക്കായി ഇപ്പോൾ നിൽക്കുന്നത്. വലിയൊരു അഗ്നിപർവ്വതത്തിൻ്റെ നടുക്കാണ്. ഇപ്പോൾ വളരെ മോശമായ രീതിയിൽ ഒരു തരത്തിലുള്ള ഒരു ഭരണകൂട നിസ്സംഗത എന്ന് പറഞ്ഞാൽ പോണ്ടിച്ചേരി അടക്കം ഇതിൻ്റെ അലയൊലി കാണുകയാണ്. എല്ലാ തരത്തിലും പോണ്ടിച്ചേരി ഇങ്ങനെ തന്നെ ഒരു ഭരണകൂടം അങ്ങനെ നിശ്ചലമായിരിക്കുകയാണ്. വകുപ്പില്ല മന്ത്രിമാർ ഇങ്ങനെയല്ലേ ആളെ കാണുന്നത്. ഒരുപാട് നിയമനങ്ങൾ നടത്താതെ ജനങ്ങൾക്ക് ആവശ്യകരമായ കീ പോസ്റ്റുകൾ പോലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഉദ്യോഗസ്ഥന്മാർ തന്നെ ട്രാൻസ്ഫർ ആയിട്ട് വന്നാൽ പ്രോട്ടോകോൾ പ്രശ്നത്തിൽ അങ്ങനെ ആകെ വല്ലാതെ ഉഴഞ്ഞു കളിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമരം 30-ാം തീയതിക്ക് ശേഷം മുനിസിപ്പാലിറ്റി ലൈസൻസ് അടക്കം ബഹിഷ്കരിക്കുന്ന രീതിയിലുള്ള സമരമായിരിക്കും. അതിന് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിലുള്ള വേസ്റ്റുകൾ മുഴുവൻ ഞങ്ങൾ ഘോഷയാത്രയായി കൊണ്ടുവന്ന് മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ ഡബ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ ഒരു സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. മുനിസിപ്പാലിറ്റിൻ്റെ അധീനതയിലുള്ള പള്ളി മൈതാനം ഉണ്ട്. പക്ഷേ പള്ളി മൈതാനിയിൽ ഞങ്ങൾക്ക് സെൻറ്റ് തെരേസ ബസിലിക്ക ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഞങ്ങൾ ആ സമര പരിപാടി നിർത്തിയിട്ട് മുനിസിപ്പാലിറ്റിൻ്റെ കോമ്പൗണ്ടിലേക്ക് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളുടെ വേസ്റ്റുകളും ഞങ്ങൾ കൊണ്ടുവരുന്ന പുതിയ സമര പരിപാടികൾ ഞങ്ങളാണ്. തെരുവുനായ ശല്യവും രൂക്ഷമായിരിക്കുകയാണ്. വ്യാപാരികൾ നൽകുന്ന തൊഴിലും GSTയും മറ്റു വരുമാനങ്ങൾക്കും അധികൃതർ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നതെന്നും ഈ ഭരണകൂട നിസ്സംഗതയ്ക്കെതിരെയാണ് ധർണാ സമരം നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ പ്രശ്നങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിലുള്ള കുപ്പകൾ മുനിസിപ്പാലിറ്റി കോമ്പൗണ്ടിൽ നിക്ഷേപിക്കുന്നതും യൂസർ ഫീ ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ ഷാജി പിണക്കാട്ട്, ഷാജു കാനം, കെ ഷഫീർ എന്നിവരും പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി.
ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. അരോമ സൂപ്പർ മാർക്കറ്റ്, പള്ളൂർ. നിത്യോപയോഗ സാധനങ്ങളുടെ കലവറയുമായി അരോമ സൂപ്പർ മാർക്കറ്റ് പള്ളൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മയേറിയ ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ബേക്കറി ഐറ്റംസ്, ഫ്രഷ് മീറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, സ്റ്റേഷനറി ഐറ്റംസ്, പ്ലാസ്റ്റിക്, സ്റ്റീൽ പാത്രങ്ങൾ, ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി വീടിനാവശ്യമായതെല്ലാം മിതമായ വിലയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഉപഭോക്താക്കൾക്കായി നറുക്കെടുപ്പിലൂടെ ഇലക്ട്രിക് സ്കൂട്ടർ, TV തുടങ്ങി നിരവധി സമ്മാനങ്ങളും. അരോമ സൂപ്പർ മാർക്കറ്റ്, ആലി സ്കൂൾ റോഡ്, പള്ളൂർ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. ഈ ഓണക്കാലം ആഘോഷങ്ങൾക്കായി ഒരുങ്ങാം ഹോം ഡെക്കോറിനൊപ്പം. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 12 വരെ ഹോം ഡെക്കോറിൽ ഓണം സ്പെഷ്യൽ ഓഫേഴ്സ്. 3-door wardrobe, 2-door wardrobe, 4-seat kitchen table set with marble, wooden 3-seat sofa acacia, wooden 2-seat sofa acacia, 5x3 dining table 6-piece chair set, 3-seat bench, 5-seat corner sofa set, 6-seat corner sofa set, 5-seat corner sofa set, 75x60x6 inch, 75x72x6 inch. Buy one get one mattresses, 4 pillow and bed sheet free. 3-door bedroom set, 4-door bedroom set, 4-door UV bedroom set. കൂടാതെ 10,000 രൂപയുടെ ഓരോ പർച്ചേസിനും ബമ്പർ ലക്കി കൂപ്പൺ നേടൂ. ഒപ്പം നിരവധി സമ്മാനങ്ങളും. ആഘോഷമാക്കാം ഈ പൊന്നോണം ഹോം ഡെക്കോറിൽ. ഹോം ഡെക്കോർ, പള്ളൂർ, ചൊക്ലി, അഞ്ചരക്കണ്ടി. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം.
നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലും KPA കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും ചേർന്ന് ലോക ഫാർമസിസ്റ്റ് ദിനാചരണം സംഘടിപ്പിച്ചു. തലശ്ശേരി വ്യാപാര ഭവനിൽ നഗരസഭാ കൗൺസിലർ TV റാഷിദ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ലോക ഫാർമസിസ്റ്റ് ദിനാചരണ പരിപാടി തലശ്ശേരി വ്യാപാര ഭവനിൽ നഗരസഭാ കൗൺസിലർ TV റാഷിദ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കാരണം ഒരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദരവ് അർഹിക്കുന്നു. പക്ഷേ നമ്മുടെ പൊതുജന ആരോഗ്യ മേഖലയിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഈ വിഭാഗം ഒരു പക്ഷേ അധികമൊന്നും പ്രശംസിക്കപ്പെടാത്ത, അല്ലെ, അംഗീകരിക്കപ്പെടാത്ത ഒരു വിഭാഗമാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം എല്ലാ ദിനാചരണങ്ങളും നമ്മൾ ഡേ ബൈ ഡേ, എവറി ഡേ എന്ന് പറഞ്ഞാൽ ഓരോ ഡേ സെലിബ്രേഷൻസ് ഉണ്ടാവും. പക്ഷെ ഫാർമസിസ്റ്റ് ഡേ എന്നൊക്കെ പറയുന്നത് അത്രയധികം സമൂഹത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, അറിയാൻ സാധിക്കുന്നത്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു പക്ഷേ ചെറിയ ജലദോഷവും പനിയൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഡോക്ടറെ സമീപിക്കുന്നതിനപ്പുറം പ്രാദേശികമായിട്ടുള്ള നിങ്ങളെയൊക്കെ നമ്മൾ ചിലപ്പോൾ സമീപിച്ചെന്ന് വരാം. ഡോക്ടർ CK രാജീവ് നമ്പ്യാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. എപ്പോഴൊക്കെ ഡോക്ടറെ മരുന്നിന്റെ പാർശ്വഫലം നിങ്ങൾ വന്ന് കാണിക്കേണ്ടതുണ്ട്, ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ മെല്ലെ പതിയെ വരുന്നുണ്ട്. അത് വളരെ അത്യന്താപേക്ഷിതവും വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ നമ്മൾ എൻ്റെ ഹോസ്പിറ്റലിൽ, കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ തന്നെ നമ്മളിപ്പോൾ കാര്യമായി ആലോചിച്ച് വരുന്നുണ്ട്. നിങ്ങളുടെ ഫാർമസിസ്റ്റുകളുടെ സർവീസ് കുറെ കൂടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഇത് ശരിയാണെങ്കിൽ ഏകദേശം 15, 16, 17 ഫാർമസിസ്റ്റുകൾ, ക്വാളിഫൈഡ് ഫാർമസിസ്റ്റുകൾ തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കറിയുന്നുണ്ടോ? കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ അംഗം KTB രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. KPPA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് P സലീം അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് P രാജൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മനോജ് ഇരട്ടി, തലശ്ശേരി ഏരിയ വൈസ് പ്രസിഡന്റ് നിഷ, നാസർ, ജാഫർ, കരുണാകരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി T വിജയകുമാർ സ്വാഗതവും ജില്ലാ ട്രഷറർ KN ദിവാകരൻ നന്ദിയും പറഞ്ഞു. സൗന്ദര്യ ചികിത്സാ രംഗത്തെ അതിനൂതനമായ ചികിത്സാ സംവിധാനങ്ങളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ആസ്റ്റർ എസ്തറ്റിക്ക ക്ലിനിക് കണ്ണൂർ ആംസ്റ്റർ മിംസിൽ പ്രവർത്തനം ആരംഭിച്ചു. ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരവും എഴുത്തുകാരിയുമായ അശ്വതി ശ്രീകാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത സിനിമാ താരവും എഴുത്തുകാരിയുമായ അശ്വതി ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. പണ്ടൊക്കെ നമ്മൾ എപ്പോഴും പറയായിരുന്നു വിദേശത്ത് പോയിട്ട് ആളുകൾ എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് വരുന്നുണ്ടല്ലോ, അല്ലെ? നമ്മൾ ഈ സിനിമാക്കാരുടെ ഒക്കെ പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും എടുത്തു വെച്ച് അനലൈസ് ചെയ്യുന്നത് ഒരു വലിയ കോണ്ടന്റ് ആണ്. ഇപ്പോൾ ഇവരെന്തൊക്കെ സർജറി ചെയ്തിട്ടുണ്ടായിരിക്കും, ഇവരെന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും എന്നുള്ളത്. ആൻഡ് അതിന്റെ പേരിൽ ഇവർ മുഴുവൻ പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞിട്ട് അവരെ ജഡ്ജ് ചെയ്യുന്നത് നമ്മളൊരു സൈഡിൽ കാണാറുണ്ട്. അപ്പം അവിടെയും എനിക്ക് തോന്നുന്നു there should be a balance. ചിലരുടെ പ്രൊഫഷൻ ഡിമാൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അവരുടെ ജീവിതം ഡിമാൻഡ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവർക്കത് റൈറ്റായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ let them do, അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം കൂടി എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ തീർച്ചയായിട്ടും പറയണമെന്ന് തോന്നി. അപ്പോൾ പുറത്തൊക്കെ നമ്മൾ ഇതുവരെ വിദേശത്തൊക്കെ പോയി ചെയ്തിരുന്ന എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അതാ ഇപ്പോൾ നമുക്ക് കണ്ണൂരിൽ അവൈലബിൾ ആണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും എല്ലാവർക്കും റീച്ച് ചെയ്യുന്ന കാലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ആസ്റ്റർ എസ്തെറ്റിക്ക. ആൻഡ് ഓൾസോ ആസ്റ്റർ എനിക്കൊരു പേഴ്സണലി എപ്പോഴും സന്തോഷമുള്ളൊരു ബ്രാൻഡാണ്. നമുക്കൊരു ഹോസ്പിറ്റലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവിടുന്ന് പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ആസ്റ്റർ എന്നുള്ള ബ്രാൻഡിൽ എനിക്ക് എപ്പോഴും അങ്ങനെയാണ്. ബിക്കോസ് എൻ്റെ 2 കുട്ടികളുടെയും ഒരു പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും അധികം ചേർന്ന് നിന്നിട്ടുള്ള ഹോസ്പിറ്റൽ ചെയിനാണ് ആസ്റ്റർ എന്ന് പറയുന്നത്. ഒന്ന് ദുബായിലായിരുന്നെങ്കിൽ ഒന്ന് നാട്ടിൽ കൊച്ചിയിലായിരുന്നു. സോ അങ്ങനെ നോക്കിയാൽ ഒരു പേഴ്സണൽ ലെവലിലും എനിക്ക് എപ്പോഴും വിളിച്ചാൽ വരാൻ ഇഷ്ടമുള്ള ഒരു സ്പേസ് ആണ് ആസ്റ്ററിൻ്റെത്. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഓൾ ദ വെരി ബെസ്റ്റ്
ഡോക്ടേഴ്സിനും നിങ്ങളുടെ ഫുൾ ടീമിനും നിങ്ങൾക്ക് ഒരുപാട് ആത്മവിശ്വാസമുള്ള ഇൻസെക്യൂരിറ്റികൾ മാറ്റിവെച്ച് ജീവിക്കുന്ന മനുഷ്യരെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഉത്തര കേരളത്തിലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ അപൂർവം കോസ്മെറ്റിക് സർജറി സെന്ററുകളിൽ ഒന്നാണ് ആസ്റ്റർ എസ്തെറ്റിക്ക. സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾക്ക് പുറമെ ഇതര ചികിത്സാ രീതികളായ നോൺ സർജിക്കൽ രീതികളും ഇതിൽ സമന്വയിപ്പിച്ചിട്ടുണ്ട്. രോഗികളുടെ സുരക്ഷയും അണുവിമുക്തിയും 100% ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളും ആസ്റ്റർ എസ്തെറ്റിക്കയുടെ ഭാഗമാണ്. കലകൾ ഇല്ലാതാക്കാനും ഹെയർ റിമൂവൽ, ചർമ്മം പുനരുജ്ജീവിപ്പിക്കാനും ആവശ്യമായ ലേസർ സംവിധാനങ്ങൾ, പുരുഷന്മാരിലെ സ്തനവളർച്ചയെ ഫലപ്രദമായി ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഗൈനക്കോമാസ്റ്റിയ സർജറി, കുടവയർ കുറയ്ക്കാനുള്ള അബ്ഡോമിനോപ്ലാസ്റ്റി, മൂക്കിന്റെ ആകൃതിയിൽ മാറ്റം വരുത്താനുള്ള റൈനോപ്ലാസ്റ്റി, സ്കാർ റിവിഷൻ, ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ, ബ്രസ്റ്റ് റിഡക്ഷൻ, കൺപോളകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ബ്ലിഫറോപ്ലാസ്റ്റി തുടങ്ങിയ ചികിത്സാ സൗകര്യങ്ങൾ ഈ ക്ലിനിക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സോറിയാസിസ്, വെള്ളപ്പാണ്ട്, മുഖക്കുരു, ചർമ്മത്തിലെ അണുബാധകൾ, താരൻ, നഖങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെ എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള ചികിത്സയുമായി ഡെർമറ്റോളജി വിഭാഗവും ആസ്റ്റർ ആസ്തെറ്റിക്കയുടെ ഭാഗമാകും. പരിപാടിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുപ്രിയ, പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മധുചന്ദ്ര, ഡോക്ടർ നിബു, ഡോക്ടർ അർജുൻ, ഡോക്ടർ നിപുൺ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ അഞ്ജലി എന്നിവർ സംസാരിച്ചു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ക്രിക്കറ്റ് ടൂർണമെന്റ് നൈറ്റ് മോന്താൽ ടർഫിൽ ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VM റീത്ത അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ ഷാജി, രാമകൃഷ്ണൻ, പ്രസന്ന എന്നിവർ സംസാരിച്ചു. തലശ്ശേരി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് NSS യൂണിറ്റ് ദേശീയ NSS ദിനാചരണം സംഘടിപ്പിച്ചു. തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പണിഗ്രഹി IAS NSS ഫ്ളാഗ് ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദേശീയ NSS ദിനാചരണം സംഘടിപ്പിച്ചു. തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി IAS NSS ഫ്ളാഗ് ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. കേരള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ C മോഹനൻ അധ്യക്ഷനായി. കേരള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ ലിമിറ്റഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K വേലായുധൻ, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബിനീഷ് എന്നിവർ സംസാരിച്ചു. കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രൊഫസർ സജി VT സ്വാഗതവും NSS വാളണ്ടിയർ സെക്രട്ടറി അമ്മൻ സോണി നന്ദിയും പറഞ്ഞു. HMS കണ്ണൂർ ജില്ലാ കൺവെൻഷൻ തലശ്ശേരിയിൽ നടന്നു. പടയണി ഹാളിൽ നടന്ന കൺവെൻഷനിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. RJD ജില്ലാ പ്രസിഡന്റ് VK ഗിരിജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ വളരെയേറെ അവഗണിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഇട്ടുകൊണ്ട് ഏറ്റവും ഉദാഹരണം ഇങ്ങനെയാണ്. തളിപ്പറമ്പിൽ ഒരു മീറ്റിംഗ് പോയാണ് നമ്മൾ വിളിച്ചത് 7ാമത്തെ ആളായി. കോൺഗ്രസ് എസ് പോയി NCP, കോൺഗ്രസ് എസ്, കേരള കോൺഗ്രസ്, CPI, CPM ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ RJDയുടെ ആളുകളെ വിളിച്ചത്. ഇതിൻ്റെയൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥ. അവിടെ ചെയ്യുന്നൊന്നും പറയുകയില്ല, പറയേണ്ടത് പറയുകയാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥക്ക് മാറ്റം വേണമെങ്കിൽ നമ്മൾ പാർട്ടി സജീവമാണ്, ശക്തമാണ്, ബോധ്യമാണെങ്കിൽ ഇത്തരം സഹസംഘടനകളുടെ പ്രവർത്തനം ഭൂഭാഗത്ത് സജീവമാവുകയും നമ്മുടെ പ്രവർത്തനം ഇതുപോലെ ഹോൾ മീറ്റിംഗിൽ നിന്ന് മാറി, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഹോൾ മീറ്റിംഗിൽ നിന്ന് മാറി പരസ്യമായ പൊതുവേദിയിലും പ്രവർത്തനങ്ങളും പ്രചരണങ്ങളുമാണ്. 10 ആളെ വെച്ചിട്ടുള്ള പരിപാടിയെ 10 ആൾ അത് പൊതുവേദിയിൽ വെച്ച് എടുക്കുമ്പോൾ പാർട്ടി അറിയും. അതായത് പാരാട്ടം പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ കൊടി കണ്ടാൽ ആൾ കഴിയില്ല, ഇത് ലീഗിൻ്റെ കൊടിയാണോ എന്ന് സംശയം. ഇത് RJD എന്ന് പറഞ്ഞ പാർട്ടിയുടെ കൊടിയാണോ എന്നറിയും. ഇപ്പോൾ ഞാനൊരു അനുഭവം കൂടി പറയുകയാണ്. രവീന്ദ്രൻ കുന്നോത്ത് അധ്യക്ഷനായി. KP രമേശൻ, KK ജയപ്രകാശ്, കരുവാങ്ങണ്ടി ബാലൻ, P ദിനേശൻ, പന്നിന്നൂർ രാമചന്ദ്രൻ, മുകുന്ദൻ കൈപ്പച്ചേരി, കൊക്കോടൻ ലക്ഷ്മണൻ, K അനന്തകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പാനൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. പാനൂർ KKB മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. ഒക്ടോബർ 24, 25, 27, 28 തീയതികളിലാണ് പാനൂർ KKB മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പാനൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം നടക്കുക. കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പൗരപ്രമുഖനും വ്യവസായിയും സ്കൂൾ PTA നിർവാഹക സമിതി അംഗവുമായ KV ഇസ്മയിൽ നിർവഹിച്ചു.
ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ അദ്ദേഹം പറഞ്ഞു, സിനിമ എൻ്റെ ആത്മാവിൻ്റെ സംഗീതമാണ്. 40 വർഷക്കാലം കലയ്ക്ക് വേണ്ടി ജീവിച്ച, കഠിനാധ്വാനം ചെയ്ത ഒരു മഹാപ്രതിഭയാണ് പ്രിയപ്പെട്ട മോഹൻലാൽ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഓർമ്മിപ്പിക്കുന്നത്, നാം നടത്തുന്ന കലാപ്രവർത്തനങ്ങൾ, നാം നടത്തുന്ന സാഹിത്യ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ പ്രത്യാശയും പ്രതീക്ഷയും അതിൻ്റെ സമ്പൂർണ്ണ മികവിലെത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ അരങ്ങുകളിലൊക്കെ വിടരുന്ന കലാപ്രതിഭകളുടെ വ്യത്യസ്ത കലാവസരങ്ങൾ മഹത്തായ ഒരു വഴിയിലേക്കുള്ള, ഒരു പ്രയാണത്തിലേക്കുള്ള, ഒരു യാത്രയിലേക്കുള്ള പാതയങ്ങളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. PB അൽഫോൺസ, പാനൂർ പ്രസ് ഫോറം പ്രസിഡന്റ് KK സജീവ് കുമാർ, C അമീർ, KM റീഹ, നളിനി മാവില, CM ബിഷ, ജിജാബായ്, റാനിയ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. ഒരു മാസക്കാലമായി നടക്കുന്ന പള്ളൂർ ശ്രീ വിനായക കലാക്ഷേത്രത്തിന്റെ 27ാം വാർഷികാഘോഷങ്ങളുടെ സമാപനം സെപ്റ്റംബർ 27, 28 തീയതികളിൽ വിപുലമായ പരിപാടികളോടെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പള്ളൂർ ശ്രീ വിനായക കലാക്ഷേത്രത്തിന്റെ 27ാം വാർഷികമാണ് ഈ വർഷം കൊണ്ടാടുന്നത്. 1997 കോയ്യൂട്ടുകരു മഹാഗണപതി ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള ആൽമരത്തിൽ കൊണ്ടുവച്ചാണ് ഇത് ജനിച്ചത്.
വിനായക കലാക്ഷേത്രം കൊറോണയുടെ സമയത്ത് മാത്രമേ ഒന്ന് പരിപാടി നമുക്ക് നടത്താൻ കഴിയാനുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെയും കള്ളൂരും മാഹി അതുപോലെ തലശ്ശേരി ചുക്ലി മേഖലയുടെ പ്രദേശങ്ങളിലുള്ള എല്ലാവരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ വിനായക കലാക്ഷേത്രം ഇത്രയും 27 വയസ്സിലേക്ക് കടന്നിട്ടുള്ളത്. 27 രാവിലെ 8 ശ്രീ വിനായക കലാക്ഷേത്രത്തിന്റെ രക്ഷാധികാരിയായിരുന്ന സംഗീതജ്ഞൻ കെ രാഘവൻ മാസ്റ്ററുടെ വസതിയിലെത്തി കുട്ടികൾ ഛായാപടത്തിൽ പുഷ്പാർച്ചന നടത്തി ഗാനാർച്ചന നടത്തും. രാവിലെ 9:30 നവരാത്രി സംഗീതോത്സവം നടക്കും. മഹാഗണപതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ കാണി രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ദാസൻ ഇളയ ചെട്ടിയാർ ഉദ്ഘാടനം ചെയ്യും. ശിവൻ തിരുവങ്ങാടൻ സംസാരിക്കും. തുടർന്ന് സംഗീതാർച്ചന, ചിത്രപ്രദർശനം എന്നിവ നടക്കും. വൈകിട്ട് 3 പ്രസിഡന്റ് PK ശശിധരന്റെ അധ്യക്ഷതയിൽ രമേശ് പറമ്പത്ത് MLA സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മനഃശാസ്ത്രജ്ഞൻ EB രത്നകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. 28 നടക്കുന്ന നവരാത്രി സംഗീതോത്സവം PK ജയപ്രദീപന്റെ അധ്യക്ഷതയിൽ സംഗീതജ്ഞൻ KK രാജീവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ PK സുനിൽ പ്രശാന്ത് അധ്യക്ഷനാകും. ചലച്ചിത്ര പിന്നണി ഗായകൻ M മുസ്തഫ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തും. കവി ആനന്ദ്കുമാർ പറമ്പത്ത്, അനിൽ പള്ളൂർ തുടങ്ങിയവർ സംസാരിക്കും. രാത്രി 8 ശ്രീ വിനായക കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന മഹാമാഗധം നാടകം അരങ്ങേറും. ഞങ്ങൾ 27ാം വാർഷികമാണ്. 27ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ചിട്ട് ഞങ്ങൾ വളരെ വിപുലമായ പരിപാടികൾ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാതെ ഏകദേശം 2 ദിവസത്തെ പരിപാടി കഴിഞ്ഞു. ഇനി 27, 28 അങ്ങനെ 2 ഡേറ്റിലായിട്ടുള്ള പരിപാടികളാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. അത് ത്രൂ ഔട്ട് പരിപാടിയാണ്. 27ാം തീയതി രാവിലെ തുടങ്ങിയാൽ അന്ന് രാത്രി വരെയും, അതുപോലെ തന്നെ 28ാം തീയതി രാവിലെ മുതൽ രാത്രി വരെയും നിൽക്കുന്ന തുടർന്ന 2 ദിവസത്തെ പരിപാടികളാണ്. അതിൽ വളരെ കലാക്ഷേത്രത്തിൻ്റെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ നൃത്തം, ശാസ്ത്രീയ സംഗീതം, ചിത്രരചന ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ വിശദമായ ഒരു പരിപാടി തന്നെയാണുള്ളത്. വാർത്താ സമ്മേളനത്തിൽ KK പ്രവീൺ, PK പ്രദീപൻ, PK സുനിൽ പ്രശാന്ത്, P രതീഷ് കുമാർ, M സുനിൽകുമാർ, A സാവിത്രി, T നിഖില, T സുനിത, PK ജയപ്രദീപ് എന്നിവർ പങ്കെടുത്തു. മാഹി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ ബ്ലഡ് സെന്റർ മാഹിയും സംയുക്തമായി ദേശീയ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മാഹി ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിലാണ് ക്യാമ്പ് നടന്നത്. മാഹി പോലീസ് സൂപ്രണ്ട് ഡോക്ടർ വിനയകുമാർ ഗാഡ്ഗെ ഉദ്ഘാടനം ചെയ്തു. Today, GH Mahi has organized a blood donation camp as part of blood donation drive, which will culminate in National Blood Donation Day on 1st October. First of all, I congratulate the Deputy Director of Health Services, RMO, all the doctors, and also CH organization for helping in or supporting this blood donation camp. On this day, I would like to say that blood donation is a very simple, safe, and it just takes only 30 minutes to donate blood. And whatever volume of blood we have donated will be replenished in just 48 hours. And a healthy person can donate it in once in 3 months. RMO ഡോക്ടർ ബിജു അധ്യക്ഷനായി. മാഹി CH സെന്റർ വോളണ്ടിയർമാർ രക്തദാനം നൽകി. ചടങ്ങിൽ ഡോക്ടർ S ശ്രീജിത്ത് സുകുമാരൻ, CH സെന്റർ ചെയർമാൻ AB യൂസഫ്, EK മുഹമ്മദ് അലി, KP സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. AB അൻസാർ സ്വാഗതവും സക്കീർ നന്ദിയും പറഞ്ഞു. നഴ്സുമാരായ V പ്രസീത, KP അമിത, P രോഷിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാലിന്യമുക്തം നവകേരളം 2ാം ഘട്ട ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി KSRTC തലശ്ശേരി ഡിപ്പോയിലും ശുചീകരണ ദിനാചരണം സംഘടിപ്പിച്ചു. ധർമ്മടം ബ്രണ്ണൻ കോളേജിലെ NSS വളണ്ടിയർമാരായ വിദ്യാർത്ഥികൾ പങ്കാളികളായി. സംസ്ഥാനത്തെ മുഴുവൻ യൂണിറ്റുകളിലും ശുചീകരണം നടത്തുന്നതിന്റെ ഭാഗമായി KSRTC തലശ്ശേരി ഡിപ്പോയിലും മാലിന്യമുക്ത ദിനാചരണം നടത്തി. ധർമ്മടം ബ്രണ്ണൻ കോളേജിലെ NSS വളണ്ടിയർമാരായ വിദ്യാർത്ഥികളും പങ്കാളികളായി. ഡിപ്പോയിലെ ATO മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺട്രോളർ ഇൻസ്പെക്ടർ KP സുഭാഷ്, സ്റ്റേഷൻ മാസ്റ്റർമാരായ K സുനോജ്, KT ദിവേഷ്, സീനിയർ സൂപ്രണ്ട് രജനി, വെഹിക്കിൾ സൂപ്പർവൈസർ പ്രതീഷ്, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ ഹരീന്ദ്രൻ, KP ബിജു, സോജേഷ് എന്നിവരും ജീവനക്കാരും പങ്കാളികളായി. നവീകരിച്ച ഡോൾഫിൻ ബേക്ക് ആൻഡ് കഫേ മീത്തലെ ചമ്പാട് പ്രവർത്തനം ആരംഭിച്ചു. സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ബേക്കറി, ഫാസ്റ്റ് ഫുഡ് രംഗത്ത് ശ്രദ്ധയാകർഷിച്ച ഡോൾഫിൻ ബേക്ക് ആൻഡ് കഫേ മീത്തലെ ചമ്പാട് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു.
സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. പൗരപ്രമുഖൻ എം പത്മനാഭൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ചമ്പാട് മേഖലയിലെ സ്കൂളുകളിലേക്ക് ഡോൾഫിൻ സ്പോൺസർ ചെയ്ത ദേശാഭിമാനി പത്രത്തിന്റെ കൈമാറ്റവും സ്പീക്കർ നിർവഹിച്ചു. ഡോൾഫിൻ മാനേജിംഗ് ഡയറക്ടർമാരായ ടി.ആർ. കൃഷ്ണൻ, ശ്രേയസ് കൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ഇ. വിജയൻ, പന്നിന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. മണിലാൽ, വാർഡംഗങ്ങളായ സി. രൂപ, കാവിലേരി മോഹനൻ, കെ. ബിജു, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കെ. ജയരാജൻ, കെ. ഹനീഫ, ടി. ഹരിദാസ്, ബിൽഡിംഗ് ഉടമ കെ. ബി. റഹീം, സുനിൽകുമാർ പ്രിന്റോ, കാസിം ഹാജി, ഇ. അഷ്റഫ്, നസീർ ഇടവലത്ത്, ഇ. എം. സുരേഷ് ബാബു, പി. ലളിത, അസീസ് മാമ മൻസിൽ എന്നിവരടക്കം ഒട്ടേറെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നാല് പതിറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയവുമായി രേഷ്മി ലൈറ്റ് ആൻഡ് സൗണ്ട് ചെണ്ടയാടും പ്രവർത്തനം ആരംഭിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ എ. യതീന്ദ്രൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ എ. യതീന്ദ്രൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളുടെ ഏത് കാര്യത്തിനും, ഉത്സവമാകട്ടെ, മറ്റ് ആഘോഷങ്ങളാകട്ടെ, വീട്ടിൽ നടക്കുന്ന ചടങ്ങുകളാകട്ടെ, രാജുവിനെ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്തായാലും നിങ്ങളോട് ഒട്ടിച്ചേർന്ന് നിന്ന് അവനുള്ളിടത്തെല്ലാം വിനയം കൊണ്ട് വിശ്വം കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നൊരു സ്വഭാവമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ പിന്തുണ നിങ്ങൾക്കും നിങ്ങളുടെ പിന്തുണ അവനും ഉണ്ടാകണം എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്മ പ്രാർത്ഥിച്ചുകൊണ്ട് നാൽപ്പത് വർഷമായി വാടക സ്റ്റോർ രംഗത്ത് വിജയകരമായി സേവനമനുഷ്ഠിച്ചു വരുന്ന രേഷ്മി ലൈറ്റ് ആൻഡ് സൗണ്ട് ചെണ്ടയാട് വരപ്ര നീളങ്ങൽ റോഡിന് സമീപമുള്ള കൃഷ്ണകൃപ കോംപ്ലക്സിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. വേദി അലങ്കാരം, ലൈറ്റിംഗ്, സൗണ്ട് സിസ്റ്റം, വിവാഹം, നിശ്ചയം, ഗൃഹപ്രവേശം തുടങ്ങിയ കുടുംബാഘോഷങ്ങൾക്കുള്ള മുഴുവൻ സൗകര്യങ്ങളും രേഷ്മിയിൽ ലഭ്യമാകും. കല്യാണപ്പന്തൽ,
പ്ലാസ്റ്റിക് കസേരകൾ, പാത്രങ്ങൾ തുടങ്ങി പരിപാടികൾക്ക് ആവശ്യമായ എല്ലാ സാമഗ്രികളും ഇവിടെ നിന്നും ന്യായമായ വിലയിൽ വാടകയ്ക്ക് ലഭിക്കും. നാൽപ്പത് വർഷത്തെ വിശ്വാസത്തിൻ്റെയും പ്രവർത്തന പരിചയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കൂടുതൽ മികച്ച സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകുമെന്ന് പ്രൊപ്പറേറ്റർ ടി. രാജു പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സമുദായ നേതൃത്വങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ. സമുദായ നേതാക്കൾ പറയുന്നത് മുഴുവൻ അണികൾ കേൾക്കണമെന്നില്ലെന്നും CK പത്മനാഭൻ. കുപ്രസിദ്ധ മോഷ്ടാവ് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത് തീവെട്ടി ബാബു എന്ന A. ബാബു. തദ്ദേശ സ്ഥാപനങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്ന വികസന സദസ്സിന്റെ ജില്ലാതല ഉദ്ഘാടനം ശനിയാഴ്ച. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. വിജയത്തിലേക്കുള്ള ഊർജ്ജമാണ് തോൽവികളെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ. സംസ്ഥാന വോളിബോൾ ടൂർണമെന്റിന് ചമ്പാട് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.